പൊതുസമൂഹം മുസ്ലിം ലീഗിനെ ഇത്രമാത്രം അംഗീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗം കഴിഞ്ഞു. എല്ലാവരും പരസ്പരം സന്തോഷവും ആഹ്ലാദവും പങ്കിട്ട് പിരിഞ്ഞു. 5 മന്ത്രിമാരാണ് എന്നുള്ളതാണ് തീരുമാനം. അതാരും പറഞ്ഞില്ലല്ലോ. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചോ? ഇല്ല, 5ന്റെ അർഹതയുണ്ട് എന്നുള്ളതും 5 പേരെ കിട്ടുമെന്നും എണ്ണം അതുപോലെ തന്നെ മന്ത്രിമാർ ഇതൊക്കെ UDF ഒരുമിച്ച് പറയും. എപ്പോഴേക്കുണ്ടാവും തീരുമാനം? എപ്പോ പറയും? ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒക്കെ വൃത്തിയാവും. കാരണം ലീഗ് മന്ത്രിമാരെ പ്രഖ്യാപിക്കില്ല. ഓരോ പാർട്ടിയും അവരവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കും. പക്ഷെ ഏതാണ്ട് എല്ലാം ഒരേ സമയത്തായിരിക്കും. ലീഗിന്റെ മന്ത്രിമാരെ തങ്ങൾ പ്രഖ്യാപിക്കും. തീർച്ചയായും. എപ്പോഴത്തേക്ക് ഉണ്ടാവും എന്ന് പറയാൻ പറ്റും? ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഒക്കെ ക്ലിയറാണ്. 3:30 മണിക്ക് മുമ്പ് ഗവർണർക്ക് ലിസ്റ്റ് കൊടുക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് പിന്നെ പ്രഖ്യാപനം നടക്കും. ഈ ജില്ലയുടെ പ്രാതിനിധ്യം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ്? ഞങ്ങൾ കേരളത്തിന്റെ മൊത്തത്തിലുള്ള പ്രാതിനിധ്യമാണ് നോക്കുന്നത്. ഇതാ PMA സലാം, താങ്ക് യു. അദ്ദേഹം വളരെ കൃത്യമായി 24നോട് പറഞ്ഞു കഴിഞ്ഞു. 2 കാര്യങ്ങളാണ്. ഒരു ജില്ലയുടെ പ്രാതിനിധ്യമല്ല, ലീഗ് സംസ്ഥാനത്തിന്റെ തന്നെ കേരളത്തിന്റെ തന്നെ പ്രാതിനിധ്യമാണ് നോക്കുന്നത് എന്നുള്ളത്. സാദിഖ് അലി തങ്ങളായിരിക്കും ഈ ആരൊക്കെയാണ് മന്ത്രിമാർ എന്നുള്ളത്, അതുപോലെ എത്ര മന്ത്രിമാർ എന്നുള്ളത് പറയുക. അത് 5 എന്നുള്ളത് നിങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി PMA സലാം ഇപ്പോൾ 24നോട് പറഞ്ഞിരിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.